ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലാ ഈ സീസണിൽ ഗംഭീര പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ മുൻപന്തിയിൽ തന്നെ നമുക്ക് മുഹമ്മദ് സലായെ കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്ട് പുതുക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിലേക്ക് സലാക്ക് ഒരു പുതിയ ക്ലബിന് ആവശ്യമായി വരും. സൗദി ക്ലബായ അൽ ഇത്തിഹാദിന് സലായിൽ വലിയ താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സലാക്ക് FC ബാഴ്സലോണയിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബാഴ്സക്ക് അദ്ദേഹം സ്വയം ഓഫർ ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത സീസണിൽ താൻ ബാഴ്സയിലേക്ക് വരാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യം മുഹമ്മദ് സല ബാഴ്സയെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി അവർ ചേർക്കുന്നുണ്ട്. അതായത് മുഹമ്മദ് സല ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഐഡിയൽ ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ്. കാരണം അത്രയധികം എക്സ്പീരിയൻസും ക്വാളിറ്റിയും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ ലിവർപൂളിൽ അദ്ദേഹത്തിന്റെ സാലറി വരുന്നത് 15 മില്യൺ പൗണ്ടാണ്. ഈ സാലറിയും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബാഴ്സയിലേക്ക് വരാൻ കഴിയില്ല. കാരണം അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം സാലറി കുറക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ക്ലബിനെ സംബന്ധിച്ചിടത്തോളം സല ഒരു റിയൽ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും എന്നും ഇപ്പോൾ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും സല ഓഫർ ചെയ്ത സ്ഥിതിക്ക് ബാഴ്സ അദ്ദേഹത്തിന് വേണ്ടി നീങ്ങുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങിലേക്കാണ് താരങ്ങളെ ആവശ്യമുള്ളത്. ഏതായാലും സലായുടെ ഭാവിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.